ഹായ്, ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ സ്പോർട്സ് ആൻഡ് വെൽനസ് എന്ന സബ്ജക്റ്റിലെ ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വന്നാൽ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മൾ എന്തൊക്കെ ടിപ്സ് ഫോളോ ചെയ്താൽ നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ആക്കി നിർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഹൈഡ്രേഷൻ എന്നുള്ള വാക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിയുടെ വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ബോഡിയുടെ വാട്ടർ ലെവൽ അഡിക്വേറ്റ് ആ എമൗണ്ട് ഓഫ് വാട്ടർ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡീഹൈഡ്രേഷനിലേക്ക് പോകും എന്നുള്ളതാണ്. നമുക്കറിയാം 70 to 75% ഓഫ് അവർ ബോഡി ഈസ് വാട്ടർ. സോ വി ഹാവ് ടു ഡ്രിങ്ക് വാട്ടർ. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് വെൻ യു ആർ ഇൻ ദ ഫീൽഡ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വാട്ടർ ബോട്ടിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. അതായത് ഒരു മനുഷ്യനും വേണ്ട വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ, അതായത് 35 ml ഇൻറ്റു ബോഡി വെയ്റ്റ്. അതായത് നമ്മുടെ ബോഡി വെയ്റ്റ്, അതായത് 1 കിലോയ്ക്ക് 35 ml വെള്ളം തീർച്ചയായിട്ടും വേണം. അപ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റ് സപ്പോസ് 50 ആണെങ്കിൽ 50 ഇൻറ്റു 35 ml എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ആ മിനിമം റിക്വയർമെൻറ്റ് കുടിച്ചിരിക്കണം. പക്ഷേ നമ്മൾ ഫുട്ബോൾ പ്ലെയർ ആണ്, അല്ലെങ്കിൽ എക്സസീവ് ആയിട്ട് ഗെയിം കളിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ മിനിമം ലെവൽ 35 ml നിർത്തിക്കൊണ്ട് ബാക്കി നമ്മൾ എത്രയാണോ വേണ്ട അതിനനുസരിച്ചുള്ള വെള്ളം കൂടി കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലെയേഴ്സിൻ്റെയൊക്കെ ജസ്റ്റ് പറഞ്ഞാൽ ബോഡി വെയ്റ്റ് അനുസരിച്ചാണ് നമ്മൾ വാട്ടർ നോക്കുന്നത്. അപ്പോൾ സപ്പോസ് ട്രെയിനിങ് കഴിഞ്ഞ് ആളെ ബോഡിയിൽ നിന്ന് ഒരു കിലോ വെയിറ്റ് കുറഞ്ഞായിട്ട് കാണിച്ചാൽ തീർച്ചയായിട്ടും 1 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് നീഡഡ് ഫോർ പ്രോപ്പർ ഹൈഡ്രേഷൻ. അതായത് 1 കിലോ കുറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളം വേണം. പക്ഷേ ഈ ബോഡി വെയിറ്റ് മിനിമം ഒരു സാധാരണക്കാരൻ കുടിക്കേണ്ട അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ ബോഡി വെയിറ്റിൻ്റെ 35 ml ആണ്. ഇനി നമ്മൾ ബോഡിയുടെ വാട്ടറിൻ്റെ അളവ് എങ്ങനെ കറക്റ്റ് ആണെന്ന് നോക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ യൂറിൻ്റെ കളറാണ്. യൂറിൻ്റെ കളർ പെയിൽ യെല്ലോ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാട്ടർ ലെവൽ കറക്റ്റ് ആണെന്നാണ്. പ്യൂർ വൈറ്റും അല്ല, എന്നാലേ ആ ബോഡിയുടെ വാട്ടർ ലെവൽ കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്, ഫിസിക്കലായിട്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് എന്നുള്ളത്. അതായത് ഒന്നാമത് ബോഡി ഹൈഡ്രേറ്റ് ചെയ്താൽ ഫസ്റ്റ് റെഗുലേറ്റ്സ് ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്കറിയാം ബോഡി ടെമ്പറേച്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് ബോഡിയുടെ എൻ്റയർ സിസ്റ്റം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളം കുടിച്ചാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യും. 2, മെയിൻറ്റെയിൻസ് ഫ്ലൂയിഡ് ബാലൻസ്. നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ് ബാലൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്ലഡ് പ്രഷറും ഡൈജഷനും നമ്മുടെ ബോഡിയിൽ നിന്നുള്ള വേസ്റ്റ് റിമൂവലും ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നത്. അപ്പം ബോഡി അല്ലെങ്കിൽ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മളെ ബോഡിയെ സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈ സപ്പോർട്ട് കിഡ്നി ഫംഗ്ഷൻ. അതായത് വെള്ളം പ്രോപ്പറായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ കറക്റ്റ് ആവും. കിഡ്നിയുടെ ഫംഗ്ഷൻ കറക്റ്റ് ആവുമെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് പ്രോഡക്ട്സ് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് കറക്റ്റ് ആവും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കിഡ്നിയുടെ ഫംഗ്ഷനെ എൻഹാൻസ് ചെയ്യുന്നതാണ് വാട്ടർ. നെക്സ്റ്റ്, വാട്ടർ വിൽ ഹെൽപ്പ് us ടു ലൂബ്രിക്കേറ്റ് ജോയിൻറ്റ്സ്. നമ്മുടെ ബോഡി ജോയിൻസിനും ആർത്രൈറ്റിസും അങ്ങനെയുള്ള ബോൺ ഡിസീസൊക്കെ വരാതിരിക്കാനും നമ്മുടെ ജോയിൻ്റ് ലൂബ്രിക്കേഷൻ, നമുക്കറിയാം നമ്മുടെ ജോയിൻ്റ് ലൂബ്രിക്കേഷൻ കറക്റ്റ് ആകുമ്പോഴാണ് ബോഡി കുറച്ചൊരു എഫിഷ്യൻ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്തത്. അങ്ങനെ ആർത്രൈറ്റിസും ബോൺ റിലേറ്റഡ് ഡിസീസും വരാതിരിക്കാൻ തീർച്ചയായിട്ടും വെള്ളം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഈ നെക്സ്റ്റ് എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ. അതായത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കാവുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇംപ്രൂവ്സ് ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ. നമ്മുടെ കോൺസെൻട്രേഷനും ഫോക്കസും ഇമ്പ്രൂവ് ചെയ്യുക. അതായത് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സിങ്ങും നമ്മളെ മെമ്മറിയും ലേണിംഗ് ഒക്കെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ബൂസ്റ്റ് മെമ്മറി. അതായത് നമ്മുടെ ലേണിങ്ങിനെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ആ കോഗ്നിറ്റീവ് ഫംഗ്ഷനിൽ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ബോഡിയെ സൈക്കോളജിക്കലി മോട്ടിവേറ്റ് ചെയ്യും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് എൻഹാൻസ് മൂഡ്. ഒരു വ്യക്തിയുടെ മൂഡ് എലിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അയാളെ ആക്റ്റീവ് ആക്കി ഇരുത്തുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കോഗ്നിറ്റീവ് ഫംഗ്ഷൻസും വാട്ടർ സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് അത്ലറ്റിക് പെർഫോമൻസ്. ഇപ്പോൾ ഒരു അത്ലറ്റ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം വാട്ടറിന് അഡ്വാൻറ്റേജ് വെച്ചാൽ എൻഡ്യൂറൻസ് കൂട്ടും. നമ്മൾ എൻഡ്യൂറൻസിന് നോർമലായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് സ്റ്റാമിന എന്ന് പറയുന്നത്. സ്റ്റാമിന ടെക്നിക്കൽ വേർഡ് വി യൂസ് ഇറ്റ് ആസ് എൻഡ്യൂറൻസ്. അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആകുമ്പോൾ നമ്മൾ എൻഡ്യൂറൻസ് കൂട്ടും. എങ്ങനെ എൻഡ്യൂറൻസ് കൂട്ടുമെന്ന് വെച്ചാൽ മസിൽ ഫറ്റീഗ് കുറയ്ക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ മസിൽസ് പെട്ടെന്ന് ടയേർഡായി നമ്മുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. 2, വെള്ളത്തിൻ്റെ വാട്ടർ ഇൻടേക്ക്, പ്രോപ്പർ ഹൈഡ്രേഷൻ വിൽ ഇംപ്രൂവ് അത്ലറ്റിക് പെർഫോമൻസ്. നമ്മൾ അത്ലറ്റിക് പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും. സ്പീഡ്, എജിലിറ്റി, ഇങ്ങനെയുള്ള പവർ, ഈ സാധനങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ വാട്ടറിൻ്റെ അളവ് സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, പ്രോപ്പർ ഹൈഡ്രേഷൻ വിൽ ഹെൽപ്പ് us ടു പ്രിവെൻറ്റ് മസിൽ ക്രാംസ് നമുക്ക് തടയാൻ സഹായിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ മസിൽസിൻ്റെ ഫംഗ്ഷൻ കുറയും. മസിൽസ് കോൺട്രാക്റ്റും റിലാക്സും ചെയ്യുമ്പോഴാണ് എഫിഷ്യൻ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്തത്. ബട്ട് വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ മസിൽസ് കോൺട്രാക്ട് ചെയ്തിരിക്കും, റിലാക്സ് ചെയ്യില്ല. അപ്പോൾ മസിൽ ക്രാമ്പ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളം കുടിക്കുക എന്നുള്ളതാണ്.
ദെൻ എൻഹാൻസസ് റിക്കവറി. നമ്മുടെ റിക്കവറി എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ നഷ്ടപ്പെട്ട വെള്ളം തിരിച്ച് ബോഡിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ റിക്കവറിയെ എൻഹാൻസ് ചെയ്യാൻ ഹൈഡ്രേഷൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പം വെള്ളം വളരെ ക്രൂഷ്യലാണ് നമ്മുടെ ഒരു നോർമൽ മാനെ സംബന്ധിച്ചാലും ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചാലും. ഇനി നമ്മൾ ഹൈഡ്രേഷൻ കറക്റ്റ് ആക്കാനുള്ള ടിപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബോഡി വെയ്റ്റിനനുസരിച്ച് 35 ml, അതായത് 1 കിലോയ്ക്ക് 35 ml വെള്ളം കുടിച്ചാലാണ് നമ്മുടെ ബോഡിയുടെ ഹൈഡ്രേഷൻ ലെവൽ കറക്റ്റ് ആക്കാൻ പറ്റുമെന്നുള്ളത്. നെക്സ്റ്റ് ഈസ് മോണിറ്റർ യൂറിൻ ഔട്ട്പുട്ട്. നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് തീർച്ചയായിട്ടും നമ്മൾ മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്താൽ നമുക്ക് ഈ വാട്ടറിൻ്റെ അളവ് കറക്റ്റാണെന്ന് അറിയാൻ പറ്റും. ഒന്ന് നമ്മുടെ കളർ തന്നെയാണ്. കളർ ഓഫ് ദ യൂറിൻ എന്ന് പറയുന്നത് പെയിൽ യെല്ലോ ആയാൽ ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് അവർ വാട്ടർ ലെവൽ ഈസ് കറക്റ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് ഈറ്റ് ഹൈഡ്രേറ്റിംഗ് ഫുഡ്സ്. നമ്മളെ ബോഡിയെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ടൈപ്പിലുള്ള ഫുഡ്സ്, സപ്പോസ് കുക്കുംബർ ഉള്ള ഫുഡ്, അത് കണക്ക് വാട്ടർമെലൺ, പപ്പായ, പൈനാപ്പിൾ, ഇങ്ങനെയുള്ള ബോഡിയെ നമ്മൾ ഹൈഡ്രേറ്റഡ് ആക്കി ഇരുത്താനുള്ള ഫുഡ് കഴിക്കും. ദെൻ അവോയ്ഡ് ഷുഗർ ഡ്രിങ്ക്സ്. ഷുഗർ ഡ്രിങ്ക്സ് കഴിവതും അവോയ്ഡ് ചെയ്യാൻ ന്യൂട്രിറ്റീവ് വാല്യൂ കുറവാണ്. അപ്പോൾ അത് ഡീഹൈഡ്രേഷൻ കൂട്ടാനുള്ള സാധ്യത വരുത്തും എന്നുള്ളതാണ്. ദെൻ മേക്ക് വാട്ടർ ഈസിലി അസസിബിൾ. നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഈ വെള്ളം നമുക്ക് എപ്പോഴും ഈസിലി ആയിട്ട് നമ്മുടെ ബോഡിക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടിപ്സ് ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഡീഹൈഡ്രേഷനെ തടയാന്നുള്ളത്. അപ്പോൾ ഈ ഡീഹൈഡ്രേഷൻ വന്നാൽ ഒരുപാട് ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാകാം. അതായത് നമ്മൾ ഹൈഡ്രേഷൻ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാകാം. ഈ ഹെൽത്ത് ഹസാർഡ്സ് നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്ന് വെരി ലോ അല്ലെങ്കിൽ മൈൽഡ് ഡീഹൈഡ്രേഷൻ എന്ന് പറയാം. 2 മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ എന്ന് പറയാം. 3 സിവിയർ അല്ലെങ്കിൽ ഹൈ ഡീഹൈഡ്രേഷൻ. അപ്പം ഒരു മൈൽഡ് ഡീഹൈഡ്രേഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ഫറ്റീഗ് ആൻഡ് വീക്ക്നെസ്. അയാൾക്ക് എപ്പോഴും ഒരു തളർച്ചയും ഒരു ഉന്മേഷക്കുറവും ഫീൽ ചെയ്യുന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ഹെഡേക്ക് ആൻഡ് ഡിസിനസ്. നമുക്ക് എപ്പോഴും തലവേദനയും തല കറക്കവും തോന്നിക്കാം വെള്ളത്തിൻ്റെ അളവ്. അത് മൈൽഡ് ഡീഹൈഡ്രേഷൻ്റെ സിംറ്റംസ് ആണ്. ദെൻ ഡ്രൈ മൗത്ത് ആൻഡ് ത്രോട്ട്. അതായത് നമുക്ക് നമ്മളെ തൊണ്ടയും നമ്മുടെ വായും നല്ല ഉണങ്ങിയതായിട്ട് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാം. ഇതെല്ലാം ഒരു മൈൽഡ് ഡീഹൈഡ്രേഷൻ്റെ സിംറ്റംസ് ആണ്. ദെൻ ഡാർക്ക് കളർ യൂറിൻ വന്നാൽ അതും ഒരു മൈൽഡ് ഡീഹൈഡ്രേഷൻ്റെ സിംറ്റമാണ്. നെക്സ്റ്റ് ഈസ് മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ. അതായത് ഒരു മീഡിയം ലെവൽ അല്ലെങ്കിൽ മോഡറേറ്റ് ലെവലിൽ ഡീഹൈഡ്രേഷൻ വന്നാൽ അതിൻ്റെ സിംറ്റംസ് നമുക്ക് ബോഡിയിൽ കാണിക്കുന്നത് വെച്ചാൽ റാപ്പിഡ് റൈസ് ഓഫ് ഹാർട്ട് ബീറ്റ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ട് കാണിക്കും, പെട്ടെന്ന് റൈസ് ആവുന്നതായിട്ട് കാണിക്കും. ദെൻ ലോ ബ്ലഡ് പ്രഷർ. നമ്മൾ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് കുറയാൻ ഉള്ള സാധ്യതയുണ്ട്. ദെൻ മസിൽ ക്രാമ്പ് വരാം. നമുക്ക് നൊസിയ ആൻഡ് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയും ഉണ്ടാവുക എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സിവിയർ അല്ലെങ്കിൽ ഹൈ ഡീഹൈഡ്രേഷൻ വന്നാൽ ബോഡി കാണിക്കുന്ന ഫസ്റ്റ് സിംറ്റം ഹീറ്റ് സ്ട്രോക്ക് വന്നിട്ട് നമ്മൾ ചിലപ്പോൾ പക്ഷേ അൺകോൺഷ്യസ് ആവാം. നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ലൂസ് ചെയ്ത് ഫുൾ തളർച്ചയിലേക്ക് എത്തും എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് നമ്മളെ കിഡ്നി ഡാമേജ് വരെ വരുത്തിക്കാം. സിവിയർ ഡീഹൈഡ്രേഷൻ വന്നാൽ കിഡ്നി ഡാമേജ് വരുത്തിക്കാം, കോമ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാം, ഈവൻ ഡെത്ത് വരെ വരുത്താം എന്നുള്ളതാണ്. അപ്പോൾ വാട്ടർ അത്രയ്ക്ക് ഇൻടേക്ക് കറക്റ്റ് ആക്കുക. വാട്ടർ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാക്കി മാറ്റുക. വാട്ടർ നമ്മൾ ബോഡിയിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പെർഫോമൻസ് മാത്രമല്ല സാധാരണക്കാരനെ സംബന്ധിച്ചാലും വീണുപോകും. എസ്പെഷ്യലി വളരെ ചൂടായിട്ടുള്ള ക്ലൈമറ്റിൽ വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയ വിലവെടുക്കേണ്ടി വരുമെന്ന് പറയാറുണ്ട്. അപ്പം വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഓരോ ഹ്യൂമൻ്റെയും നീഡാണ്. അത് അറിഞ്ഞ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ലെറ്റ്സ് വാട്ടർ ബി യുവർ ഫ്രണ്ട്. Water bottle should be easily accessible and we should hydrate our body at its best. Thank you.